ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനോട് CPIM വിശദീകരണം തേടും. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യത. ഇപിയുടെ മറുപടിക്ക് ശേഷമാകും തുടർ നടപടികൾ. അർജുൻ രാജൻ വിശദാംശങ്ങളുമായി. അർജുൻ, ഈ ആത്മകഥാ വിവാദത്തിൽ ഇപിയെ പിന്തുണയ്ക്കുന്ന നിലപാടുള്ളപ്പോഴും ഒരു അന്വേഷണം വേണം, വിശദീകരണം വേണം എന്നുള്ള നിലപാടാണോ CPIM-ന്? അതിന് ഇക്കാര്യത്തിൽ ഇപിക്ക് ഒരു തരത്തിൽ പാർട്ടിയുടെ പിന്തുണയുണ്ട്. അതായത് ഇതിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് ഇപി പറയുന്ന കാര്യത്തെ CPM അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു വിവാദം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെ ഉണ്ടായി, അത് ഇപി ജയരാജൻ തന്നെ വിശദീകരിക്കണമെന്ന നിലപാടാണ് CPM നേതൃത്വത്തിനുള്ളത്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ യോഗത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായിട്ടുള്ള ഇപിയുടെ ആത്മകഥ എന്ന പേരിൽ വന്ന പരാമർശങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് ഇപി ജയരാജൻ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇപി ജയരാജൻ സംസ്ഥാന നേതൃയോഗങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയുള്ള അതൃപ്തി സംസ്ഥാന നേതൃത്വത്തോട് ഇപിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നാളെ ഒരു വിശദീകരണം പാർട്ടിക്ക് മുന്നിൽ നൽകേണ്ട ബാധ്യത ഇപി ജയരാജന് ഉണ്ട്. ഇപി പറയുന്നത് ഇതിനൊരു ഗൂഢാലോചനയുണ്ട്, ഇത് താൻ പറഞ്ഞ കാര്യങ്ങളല്ല വന്നിട്ടുള്ളതെന്നാണ് ഇപിയുടെ വിശദീകരണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആത്മകഥ എഴുതുന്ന കാര്യങ്ങളിലേക്ക് ഇപി കടന്നിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ ഉള്ളടക്കങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പിന്നെ എങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത് മാറി എന്നത് എന്തായാലും ഇപി ജയരാജൻ വിശദീകരിക്കേണ്ടി വരും. ഇപി അറിയാതെ എങ്ങനെ ഇതിലെ ചില പരാമർശങ്ങളടക്കം പുറത്തേക്ക് വന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപി തന്നെ വിശദീകരിക്കണമെന്ന നിലപാടാണ് CPM നേതൃത്വത്തിനുള്ളത്. അത് കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കളൊക്കെ പറഞ്ഞതാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ഇപി ജയരാജൻ നൽകുക എന്നുള്ളതാണ് ഇപിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. പാർട്ടി ഒരു മാസത്തോളം ചെയ്ത ഹാർഡ് വർക്കാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഇപി ഈ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് മാറ്റിയത്. അത് പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇപിക്കുണ്ട്. അത് നാളെ സെക്രട്ടേറിയറ്റിൽ ഇപി വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൽ തൃപ്തിപ്പെടുവോ CPM നേതൃത്വം, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അക്കാര്യത്തിലും നാളത്തെ CPM സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. അതിന് എന്തായാലും ഈ വിഷയത്തിൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ചയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് ഇപി ജയരാജനോട് വിശദീകരണം തേടാൻ അടക്കമാണ് നിലവിൽ CPM-ന് തീരുമാനമെന്നുള്ളതാണ് അർജുൻ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.